ഹലോ ബഡീസ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കിലോ പോർക്ക് നല്ലപോലെ ഒരു 4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിൽ എടുത്തിട്ടുണ്ട്. നാടൻ രീതിയിൽ വിറകടുപ്പിൽ പാകം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഉപ്പ്, അതുപോലെ കറിവേപ്പില. ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ല രീതിയിൽ കൈകൊണ്ട് തിരുമ്മി ഇറച്ചിയിൽ നല്ലപോലെ മസാലകളാവുന്ന രീതിയിൽ തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നേരം എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പാചകത്തിലേക്ക് പോകാം. ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇറച്ചി ഒന്ന് ശരിക്ക് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒത്തിരി നെയ്യ് ഇല്ലാത്ത ഇറച്ചിയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നെയ്യിൻ്റെ അളവ് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നെയ്യ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നെയ്യ് കുറച്ചുരുക്കി അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കുട്ടികൾ നക്ഷത്രപ്പൊടി പറിച്ച് കഴിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവർക്കും അറിയാം, നക്ഷത്രപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാർ ഫ്രൂട്ട് പൊതുവെ ഇവിടെ എല്ലായിടത്തും കാണുന്നതാണ്. ഒരുപാട് ഗുണങ്ങളും വിറ്റാമിൻസും ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. അവർ 3 പേരും ഒരേ പുളി പറിച്ചിട്ടുണ്ട്. അത് കഴുകി 3 പേരും കഴിച്ചു. അതിനുശേഷം അവിടെ കൂടി നടക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഏകദേശം ഇത് ഡ്രൈ ആവുന്നവരെ കുക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഇറച്ചി ആ ചട്ടിയിൽ നിന്ന് വാങ്ങി വയ്ക്കുന്നുണ്ട്. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇടാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കളറ് മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. ഈ സമയം ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി.
അത്യാവശ്യം വെന്ത് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊണ്ട് തന്നെ ഉള്ളിയിൽ ഇനിയിപ്പോൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയാണ് ഞാൻ ചേർത്തത്. ഇപ്പോൾ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് ശരിക്ക് ഉള്ളി സവാളയൊക്കെ വാടി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് ഫ്ലേവറിന് വേണ്ടി മല്ലിയിലയ്ക്ക് പകരമായിട്ട് ആഫ്രിക്കൻ മല്ലിയാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ ഓൾറെഡി അത് ഉള്ളത് കൊണ്ട് സാധാരണ ഞങ്ങൾ ആഫ്രിക്കൻ മല്ലിയാണ് യൂസ് ചെയ്യുന്നത്. മല്ലിയില പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. നല്ല ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ നല്ല ഫ്ലേവറുമുള്ളൊരു ഇലയാണ്. അതിനുശേഷം വേവിച്ച് വെച്ച ഇറച്ചി അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് ഇടാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ശരിക്കും ആ ഫ്ലേവറുകളൊക്കെ ഇറങ്ങി അതിലേക്ക് വീണ്ടും ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം ഒരു വാഴയില വെട്ടി ആ വാഴയുടെ ഫ്ലേവറും കൂടി അതിലേക്ക് വരാൻ വേണ്ടി മൂടി വെച്ചു. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി വേവിച്ചെടുക്കാം. അതോടുകൂടി നമ്മളുടെ പോർക്ക് ഫ്രൈ റെഡിയാവും. സോ ആ സമയത്ത് കുട്ടികൾ വീണ്ടും പോയിട്ട് അടുത്ത പരിപാടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ മത്തങ്ങയാണ്. മത്തങ്ങയുടെ കുരിയും കൊണ്ട് വന്നേക്കണം അവർ. അവരിടയ്ക്ക് ഇതുപോലെ മത്തങ്ങയുടെ കുരു എടുത്തിട്ട് കഴിക്കാറുണ്ട്. സോ 3 പേരും കൂടി മത്തങ്ങയുടെ കുരു എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് പൊളിച്ച് കഴിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം വെള്ളവും നെയ്യൊക്കെ കുറച്ചൊന്ന് വറ്റി നല്ല രീതിയിൽ ഡ്രൈ ആയി വരുന്നുണ്ട് ഇറച്ചി. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മളുടെ ഡിഷ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കൂടുതലായിട്ട് ഡ്രൈ ആക്കിയിട്ടില്ല, കാരണം ഈ ഒരു പരുവത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. വേണ്ടവർക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കാം. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി കളറും കൂടി വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഡാർക്ക് കളറിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ സമയത്ത് തന്നെ ഒരു വാഴയില വെട്ടി അതിലേക്കൊന്ന് മാറ്റി വാങ്ങി വെക്കുകയാണ്. ഈ സമയത്ത് കുട്ടികൾ അവിടെയുണ്ട്, അവർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. 3 പേരും വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും കഴിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവർ ഉണ്ട്. ഇവിടെ ഞാൻ മസാല ഉപയോഗിച്ചിരുന്നത് നമ്മൾ വാങ്ങിച്ച എല്ലാ മസാല കൂട്ടുകളും വാങ്ങിച്ച് പൊടിച്ചെടുത്ത മസാല. അതും അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. കുരുമുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പൊടികൾ ചേർക്കുമ്പോൾ. പിന്നെ ഇതിൽ ഫ്ലേവറിൽ വന്നത് നമ്മൾ ആഫ്രിക്കൻ മല്ലിയുടെ ഫ്ലേവറും കൂടി കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടുന്നതാണ്.